മലയാള ചലച്ചിത്ര ലോകത്തെ ചിരിയുടെ തമ്പുരാൻ ഇന്നസെന്റ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 3 വർഷം. 5 പതിറ്റാണ്ടിലേറെ ചലച്ചിത്ര രംഗത്ത് നിറഞ്ഞുനിന്ന അതുല്യ നടൻ മലയാള സിനിമയിൽ അവശേഷിപ്പിച്ച വിടവ് നികത്തപ്പെട്ടിട്ടില്ല. ഇരിങ്ങാലക്കുടക്കാരന്റെ തനി നാടൻ ശൈലിയിലുള്ള സംഭാഷണങ്ങളും അതുല്യമായ മെയ്വഴക്കവും സ്വാഭാവിക അഭിനയവുമാണ് ഇന്നസെന്റിനെ മലയാളികളുടെ പ്രിയങ്കരനാക്കിയത്. മാന്നാർ മത്തായി സ്പീക്കിംഗ്, ചന്ദ്രലേഖ, മനസ്സിനക്കരെ, റാംജി റാവു സ്പീക്കിംഗ്, കല്യാണരാമൻ തുടങ്ങി നിരവധി സിനിമകളിലൂടെ ഇന്നസെന്റ് മലയാളികളെ ചിരിപ്പിച്ചു. ദേവാസുരം, രാവണപ്രഭു, കാബൂളിവാല തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം കരയിച്ചു. എണ്ണം പറഞ്ഞ ചില വില്ലൻ കഥാപാത്രങ്ങളും ഇന്നസെന്റ് അസാധ്യമായി ചെയ്ത് ഫലിപ്പിച്ചു. പൊന്മുട്ടയിടുന്ന താറാവിലെ പണിക്കർ, മഴവിൽക്കാവടിയിലെ ശങ്കരൻകുട്ടി മേനോൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ മലയാളിക്ക് എന്നും ഗൃഹാതുരത സമ്മാനിച്ച് നിലനിൽക്കും. തെക്കേത്തല വറീദിന്റെയും മർഗലീത്തയുടെയും മകനായി ഇരിങ്ങാലക്കുടിയിലാണ് ഇന്നസെന്റിന്റെ ജനനം. 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ബിസിനസ്സും രാഷ്ട്രീയവും പയറ്റി സിനിമാ നിർമ്മാതാവായി. ഒടുവിൽ മലയാളത്തിലെ ഹാസ്യ സാമ്രാട്ടായി അരങ്ങുവാണു. ഇതിനിടെ ചാലക്കുടിയെ പ്രതിനിധീകരിച്ച ലോക്സഭയിലുമെത്തി. താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി 15 വർഷം പ്രവർത്തിച്ചു.